ഭാര്യയ്ക്ക് എന്ത് ചെയ്തു കൊടുത്താലും കുറ്റമാണ് കൂടുതൽ പറയുന്നത് എന്നാണ് ഒരു ഭർത്താവിൻ്റെ പരാതി. അതിപ്പോൾ എന്താ വെച്ചാൽ യക്ഫുറുൽ അഷീറ എന്ന് പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സഹോദരിമാരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ എന്തുമാത്രം അധ്വാനമാണ് ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ ചിലവഴിക്കുന്നത് വെച്ചാൽ അത്ര വലിയ അധ്വാനമാണ് ചിലവഴിക്കുന്നത്. അതൊക്കെ ചില വാക്കുകളെ കൊണ്ട് അവരുടെ അമലുകൾ പ്രവർത്തനങ്ങൾ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയെ തീർച്ചയായും അവർ പരിഗണിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വിചാരിച്ചാൽ പൊതുവേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഏതൊക്കെ നിലക്ക് നമ്മൾ ബന്ധങ്ങൾ പുലർത്തിയാലും സ്വാഭാവികമായും പിന്നീട് ഉണ്ടാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ചെറിയൊരു പ്രയാസം വരുമ്പോൾ എന്താണ് നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തരാറില്ല എന്ന് നമ്മളറിയാതെ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഞാനൊന്നും അങ്ങനെ പറയാറില്ല എന്നായിരിക്കും, പക്ഷേ എങ്കിൽ പോലും അങ്ങനെ എന്ത് ചെയ്യും പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ ഭാര്യ ഭർത്തൃ ബന്ധം വളരെ ഹൃദയബന്ധത്തിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ കാര്യം തൻ്റെ ഭാര്യയെ അറിഞ്ഞു പെരുമാറാൻ ഭർത്താവിന് പറ്റും. അറിഞ്ഞു പെരുമാറുക എന്ന് പറഞ്ഞാൽ അവൾ തൻ്റെ കുടുംബത്തിന് ചെയ്യുന്ന സേവനവും അധ്വാനവും പരിശ്രമവും എന്തുമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അവളെ എന്ത് ചെയ്യണം ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൾ അംഗീകരിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ഒരു കുടുംബത്തിനു വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച് ഉരുകിത്തീരുന്ന ഭർത്താവിനെ എന്ത് ചെയ്യണം, വീടിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ അധ്വാനത്തെ നമ്മൾ ചിലപ്പോൾ പകൽ വീട്ടിലായിരിക്കും, നമ്മൾ തിരക്കിലായിരിക്കും, നമ്മൾ കാണുന്നില്ലെങ്കിലും ധാരാളം ടെൻഷൻ അടിച്ച് തൻ്റെ കടവും പ്രാരാബ്ദങ്ങളും ഒക്കെ വരുന്ന ആളോട് എന്ത് ചെയ്യണം, ഒരു നല്ല പെരുമാറ്റം അവർക്ക് എന്ത് ചെയ്യണം സാധ്യമാകണം. അപ്പോൾ സത്യത്തിൽ എന്താ പറയുക, ഇങ്ങനത്തെ സംസാരങ്ങൾ നിങ്ങളെ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളൊന്നും ചെയ്തു തരുന്നില്ല, ഇങ്ങനത്തെ സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കി നല്ലൊരു ബന്ധവും സ്നേഹവും ഒക്കെ സ്ഥാപിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പരസ്പരം നിറവേറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബന്ധങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ളത്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.